വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് സെബിക്ക് അദാനി പോർട്സ് നൽകിയ കത്തിന്റെ പകർപ്പ് 24 കിട്ടി. സർക്കാരുമായി കൂടിയാലോചന നടത്തും മുൻപായിരുന്നു ഓഹരി വിപണിയെയും സെബിയെയും ഓഹരി കൈമാറ്റം അറിയിച്ചത്. അതേസമയം ഓഹരി കൈമാറ്റത്തിൽ തുടർ തീരുമാനം വിശദമായ നിയമപരിശോധനയ്ക്ക് ശേഷമെന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് സർക്കാർ നിലപാടിനെ കുറിച്ച് പറയാൻ ആർ ശ്രീജിത്തും ചേരും. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ശരിക്കും ഈ അദാനി ഒരു തന്ത്രം മെനയുകയായിരുന്നു. ഇതിലൂടെ സെബിയൊക്കെ അറിയിച്ച് എല്ലാവിധമായ അനുമതികൾ ഉറപ്പാക്കിയിട്ട് സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ച് ഈ പെർമിഷൻ തേടി ഈ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇത് വിഴിഞ്ഞം കൈമാറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത്? അദാനി പോർട്സും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് ഈ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ആ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയതെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കാരണം സർക്കാരിനെ അറിയിക്കാതെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSCയുടെ ഉപകമ്പനിയുമായി വിദേശ നിക്ഷേപത്തിന് ധാരണയിലെത്തി. ആ ധാരണ പ്രകാരമാണ് സെബിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. സെബിയെ സമീപിച്ച് അപ്രൂവലായ ശേഷം നടത്തിയ പരസ്യ പ്രഖ്യാപനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഇതറിഞ്ഞത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ അദാനി കരാർ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. അത് സർക്കാർ. ഒരു സെക്കൻഡ്, ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾ കാണുന്നു. തത്സമയം കടലാസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴല്ലേ ഇപ്പോൾ പലതും ഞങ്ങൾക്ക് ഒരു മാസമേ കിട്ടിയുള്ളൂ, ഒരു 1.5 മാസമല്ലേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട. നമ്മൾ അല്പം നിർമ്മാണാത്മകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നോവേഷൻ പറഞ്ഞത്. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആർ ശ്രീജിത്ത് തുടരുകയാണ്. പറയൂ ശ്രീജിത്ത്. SKN മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം ഈ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചു. അങ്ങനെ മുൻകൂർ അനുമതി വാങ്ങാത്തതിലുള്ള അതൃപ്തി അദാനി പോർട്സിനെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇനി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ നിയമപരമായ പരിശോധനയ്ക്കും കരാറുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കും ശേഷമായിരിക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിക്കാനായി ഒരു ഉന്നതാധികാര സമിതി, ഒരു എംപവേർഡ് കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾക്ക് ശേഷമായിരിക്കും സർക്കാരിൻ്റെ നടപടി. ഇവിടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയപരമായ ഒരു പ്രശ്നം കൂടി ഉടലെടുക്കുന്നുണ്ട്. കാരണം അദാനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തുന്നത് കോൺഗ്രസിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ കോൺഗ്രസിന് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഒരു നയമുണ്ട്. ആ നയത്തിന് വിപരീതമായി അദാനിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അദാനിക്ക് അനുകൂലമായ ഒരു സമീപനം എടുത്താൽ അത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വിവരം ഇദ്ദേഹം അദാനി ഗ്രൂപ്പ് അറിയിച്ചു എന്നാണ് വിവരം. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്നത് ദുരൂഹമായിരിക്കുന്നു. നമുക്കിപ്പം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീനാഥ്, കാരണം ഈ സെബി അറിയിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്റ്റേക്ക് ഹോൾഡറിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുവരെ അദ്ദേഹം ഓർമ്മിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട ഉടമ്പടി ഒപ്പുവെച്ച സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് സെബിയിലേക്ക് അദാനി നീങ്ങിയത്. അദാനി പോർട്സ് എന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. സെബിയെ മാത്രമല്ല ഓഹരി വിപണികളെയും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ BSEയിൽ അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 29-ാം തീയതി ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തി എന്നതാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക്, അതായത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സെയിൽ ഓർ ഡിസ്പോസൽ എന്നത് അതിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ട്രാൻസാക്ഷൻ ഈ സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽസ് ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ്. ഈ മറ്റ് അനുമതികൾ കൂടി ലഭ്യമാകുന്നതോടുകൂടി തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ അത് പൂർണ്ണമാകും എന്നതും എഴുതിയിട്ടുണ്ട്. അതായത് 29-ാം തീയതി അങ്ങനെ ഒരു ധാരണയിലേക്ക് MSC എന്ന കമ്പനിയുമായി എത്തി. അത് മറ്റനുമതികൾ ലഭിക്കുന്നതോടെ അതിവേഗത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് ഓഹരി വിപണികളെ അറിയിച്ചിരിക്കുന്നത്. അതായത് നിക്ഷേപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം 30-ാം തീയതിയാണ് നൽകുന്നത്. 29-ാം തീയതി ഇങ്ങനെ ഒരു ധാരണയെത്തി. അതിനുശേഷമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് അറിയുന്നത്.
പറയുന്നത്. ഏതായാലും ഈ രേഖകളിൽ 49% ഷെയർ ഓഹരി കൈമാറ്റം ചെയ്യുമെന്നും അതിന് എത്ര തുകയാണ് അവർ നിക്ഷേപിക്കുന്നത് എന്നതടക്കമുള്ള മറ്റ് സാങ്കേതികമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഓഹരി വിപണികളിൽ നൽകിയിട്ടുള്ള രേഖകളിൽ അദാനി ഗ്രൂപ്പ് പറയുന്നത്. അങ്ങനെ നിക്ഷേപകരെ ഈ കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്, വിപണികളെ ഈ കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ പങ്കാളിയായ സംസ്ഥാന സർക്കാരിനെ ഈ കാര്യം അറിയിക്കാൻ പിന്നെയും വൈകി എന്നതാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. SKN. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.